നമസ്കാരം. ഇറാനിലെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി മുതിർന്ന പുരോഹിതർ ഒത്തുകൂടിയ കെട്ടിടം ഇസ്രായേൽ തകർത്തു. ക്വാമിലെ കെട്ടിടം വ്യോമാക്രമണത്തിൽ തകർത്തെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. മേഖലയിൽ നിലവിലുള്ള സംഘർഷങ്ങൾക്കും അസ്ഥിരതയ്ക്കും ഈ റിപ്പോർട്ട് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. മതപുരോഹിതന്മാരുടെ സഭയായ അസംബ്ലീസ് ഓഫ് എക്സ്പേർട്ടിൽ 88 അംഗങ്ങളാണുള്ളത്. എന്നാൽ ആക്രമണ സമയത്ത് കെട്ടിടത്തിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണത്തിന്റെ സ്വഭാവം, സമയം, ആഘാതം എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിലവിൽ ലഭ്യമല്ലെങ്കിലും ഈ വെളിപ്പെടുത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നതാണ്. അതേസമയം ഈ അവകാശവാദങ്ങളെ ഇറാൻ തള്ളിക്കളഞ്ഞു. ഇസ്രായേൽ തകർത്തു എന്ന് അവകാശപ്പെടുന്നത് പഴയ കെട്ടിടമാണെന്നും ഇവിടെയല്ല പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി യോഗം ചേർന്നുവെന്നും ഇറാൻ പ്രതികരിച്ചു. ഇറാനിലെ ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇന്ന് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഓഫീസും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ കെട്ടിടവും പൂർണ്ണമായി തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. അതീവ സുരക്ഷാ മേഖലയായ ഈ പരിസരത്ത് ഇസ്രായേൽ വ്യോമസേന നിരവധി മിസൈലുകൾ വർഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ പരമോന്നത ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രബിന്ദുവിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ വാർത്ത അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഇറാനിലെ താൽക്കാലിക ഭരണസമിതിയെയും ഭരണകൂടത്തെയും പൂർണ്ണമായി നിശ്ചലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം ഇസ്രായേൽ നടത്തുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഇസ്രായേൽ മുൻപും ലക്ഷ്യമിട്ടിട്ടുണ്ട്. എന്നാൽ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയെ നേരിട്ട് ലക്ഷ്യമിടുന്നത് ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കങ്ങളിലെ ഒരു പുതിയ ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സുരക്ഷാ വെല്ലുവിളിയായി മാറും. രാജ്യത്തിന്റെ പരമോന്നത ഭരണ സുരക്ഷയെക്കുറിച്ചും ആശങ്കകൾ ഉയർത്തുന്നതോടൊപ്പം ഇറാൻ ജനങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര തലത്തിലും ഇത് വലിയ സ്വാധീനം ഉണ്ടാക്കും. ആക്രമണത്തിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമാകാൻ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമായി തുടരുകയാണെന്നും ഹിസ്ബുള്ളയെ കൂടുതൽ കരുത്തോടെ നേരിടുമെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എന്നിവർക്കൊപ്പം പാൽമച്ചിം വ്യോമസേനാ താവളം സന്ദർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിലൂടെ ഹിസ്ബുള്ള വലിയൊരു തെറ്റു ചെയ്തു. ഞങ്ങൾ ഇതിനോടകം തന്നെ ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞു. ഇനിയും അതിനേക്കാൾ വലിയ ശക്തിയോടെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ കൂട്ടക്കൊലയാളി എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു തങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളുടെ മരണത്തിന്റെ പേരിൽ ഹിസ്ബുള്ള ലെബനനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും ആരോപിച്ചു. അവർ സ്വന്തം കാര്യം നോക്കുന്നതാണ് നല്ലത്. അത് എത്രയും വേഗം ചെയ്യുന്നതാകും ഉചിതം. ഞങ്ങളുടെ പ്രതിരോധത്തിന് ആവശ്യമായത് ഞങ്ങൾ തുടർന്നും ചെയ്യുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ഇറാനെ ശക്തമായി പ്രഹരിക്കുന്നത് തുടരുമെന്നും ഇസ്രായേൽ പൈലറ്റ്മാർ ഇറാന്റെയും ടെഹ്റാന്റെയും ലെബനന്റെയും ആകാശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ ഇന്ന് ലെബനനിൽ വെച്ച് ഇസ്രായേൽ ഡ്രോൺ വെടിവെച്ചിട്ടതായും IDF ടാങ്കുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ക്രിമിനൽ സ്വഭാവമുള്ള ഇസ്രായേൽ കടന്നുകയറ്റത്തിന് മറുപടിയായി ഇസ്ലാമിക് റെസിസ്റ്റൻസ് നബാത്തിയയിലെ ആകാശത്ത് വെച്ച് അനുയോജ്യമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഡ്രോൺ വെടിവെച്ചിട്ടുവെന്നാണ് പ്രസ്താവനയിൽ ഹിസ്ബുള്ള വ്യക്തമാക്കിയത്. മറ്റ് പ്രസ്താവനകളിൽ ലെബനീസ് ഗ്രാമങ്ങളായ കഫാർ ഷൂബയ്ക്കും കഫർ കേലയ്ക്കും സമീപം ഇസ്രായേൽ മെർക്കാവ ടാങ്കുകൾക്ക് നേരെ വെടിയുതിർത്തായും ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളെക്കുറിച്ച് IDF ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾക്കിടയിലാണ് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും തൊടുത്തുവിട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്.